സ്ത്രീവിരുദ്ധ പരാമർശം നടത്തിയ ഗതാഗത വകുപ്പ് മന്ത്രി CP ജോണിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. യുവമോർച്ചയുടെയും മഹിളാ മോർച്ചയുടെയും പ്രവർത്തകരാണ് പ്രതിഷേധിച്ചത്. പാലക്കാട് KSRTC ബസ് സ്റ്റാൻഡിന് മുന്നിൽ നടന്ന പ്രതിഷേധത്തിൽ മന്ത്രി മാപ്പ് പറയണമെന്ന് ആവശ്യപ്പെട്ടു. വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ നൽകുവാനായി അരുൺ ആലത്തൂരാണ് ചേരുന്നത്. അരുണെ, നമുക്കറിയാം തുടക്കത്തിൽ ഈ ബസ്സിലെ സൗജന്യ യാത്ര സ്ത്രീകളുടെ ഔദാര്യമല്ല അവകാശമാണ് എന്നൊക്കെ കൊട്ടിഘോഷിച്ച സർക്കാരാണ് ഇപ്പോൾ സ്ത്രീ സൗഹൃദമായ സർക്കാരാണ് എന്നൊക്കെ പറഞ്ഞ ആൾക്കാരാണ് ഇത്ര പരസ്യമായി അവരെ വിമർശിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നത്. അത് പോരാഞ്ഞിട്ട് കഴിഞ്ഞ മണിക്കൂറിലും അദ്ദേഹം മാപ്പ് പറയാൻ തയ്യാറായിട്ടുമില്ല. എങ്ങനെ, എന്ത് തരത്തിലുള്ള ഒരു വിശകലനമാണ് ഇതിൽ പറയാനുള്ളത്? ആര്യശ്രീ, തീർച്ചയായിട്ടും ഈ മന്ത്രിയുടെ സ്ത്രീകൾക്ക് നേരെയുള്ള അധിക്ഷേപത്തിൽ, അവഹേളനത്തിൽ വലിയ രീതിയിൽ പ്രതിഷേധം ശക്തമാവുന്ന സാഹചര്യമാണ് ഉള്ളത്. ഇന്നലെയാണ് ഈ മന്ത്രി CP ജോൺ പാലക്കാട് സ്വകാര്യ ബസ് ഉടമകളുടെ സംസ്ഥാന സമ്മേളന പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കവേ സ്ത്രീവിരുദ്ധമായിട്ടുള്ള പരാമർശം നടത്തിയത്. ഈ പ്രിയദർശിനി സർവീസിൽ കയറുന്ന സ്ത്രീകളൊക്കെ ഒരു ഔദാര്യം പറ്റുന്ന തരത്തിൽ എന്ന ഒരു ദ്വയാർത്ഥത്തിലാണ് മന്ത്രിയുടെ ഭാഗത്ത് നിന്നുള്ള ഒരു പ്രതികരണം ഉണ്ടായത്. അതിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം ശക്തമാവുന്ന സാഹചര്യമാണ്. ഇന്നിപ്പോൾ യുവമോർച്ച പ്രവർത്തകർ അല്പസമയം മുൻപാണ് പാലക്കാട് KSRTC ബസ് സ്റ്റാൻഡിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തിയത്. തുടർന്ന് ഈ CP ജോണിന്റെ കോലം ഈ ബസ് സ്റ്റാൻഡിന് മുന്നിലിട്ട് കത്തിക്കുകയും ചെയ്തു. മന്ത്രി വിഷയത്തിൽ മാപ്പ് പറയണമെന്നുള്ളതാണ് യുവമോർച്ചയാണെങ്കിലും മഹിളാ മോർച്ചയാണെങ്കിലും ഒക്കെ ആവശ്യപ്പെടുന്നത്. ഇന്നിപ്പോൾ ഇത്തരത്തിലൊരു തെറ്റ് പറ്റിയിട്ട് അത് തെറ്റാണെന്ന് സമ്മതിക്കാതെ വീണ്ടും അതിനെ ന്യായീകരിച്ചുകൊണ്ട് താൻ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള മന്ത്രിയുടെ പ്രതികരണം യാതൊരു കാരണവശാലും അംഗീകരിക്കാനാവില്ല. മന്ത്രി ഈ വിഷയത്തിൽ മാപ്പ് പറയാത്ത പക്ഷം കൂടുതൽ ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ട് പോകും എന്നുള്ളതാണ് യുവമോർച്ചയും മഹിളാ മോർച്ചയും ഒക്കെ പറഞ്ഞത്. ഏതായാലും BJPയുടെ പാലക്കാട് ഈസ്റ്റ് ജില്ലാ അധ്യക്ഷൻ പ്രശാന്ത് ശിവനായിരുന്നു ഇന്നിപ്പോൾ പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തത്. അദ്ദേഹവും ഈ മന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത് അങ്ങേയറ്റം സ്ത്രീവിരുദ്ധമായിട്ടുള്ള പരാമർശമാണ്. ജനങ്ങളുടെ നികുതി പണത്തിൽ നിന്നാണ് ഈ പ്രിയദർശിനി സർവീസ് നടത്തുന്നത്. ആ ജനങ്ങളുടെ നികുതി പണത്തിൽ നിന്നുള്ള തുക ഓരോ വീട്ടമ്മമാർക്കും സ്ത്രീകൾക്കും ഒക്കെ സൗജന്യമായിട്ട് യാത്ര ചെയ്യാൻ പറ്റുമ്പോൾ അതിനെ ഒരു ഔദാര്യമായിട്ട് കണക്കാക്കുന്നത് അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളതായിരുന്നു അദ്ദേഹം പറഞ്ഞത്. മാത്രമല്ല, ഇതേ UDF ആണ് തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ അധികാരത്തിൽ വരുന്നതിന് വേണ്ടി ഇങ്ങനെ തങ്ങൾ ഫ്രീ ആയി നൽകാൻ പോവുകയാണ്, സൗജന്യമായി KSRTC യാത്ര നൽകാൻ പോവുകയാണെന്നൊക്കെ കൊട്ടിഘോഷിച്ചത്. അതേ UDFകാർ തന്നെ ഇപ്പോൾ ഈ വാഹനത്തിൽ കയറുന്ന ബസ്സിൽ കയറുന്ന സ്ത്രീകളെ അധിക്ഷേപിച്ചുകൊണ്ട് അത് ഒരു ഔദാര്യമാണ് എന്ന തരത്തിൽ മന്ത്രി തന്നെ പ്രതികരിക്കുമ്പോൾ അത് അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ള വിമർശനമാണ് BJP ഉന്നയിച്ചത്. ഏതായാലും മന്ത്രി മാപ്പ് പറയണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രതിഷേധങ്ങൾ ശക്തമാവുകയാണ്. യെസ്, വ്യക്തമാണ്. എന്തായാലും മന്ത്രി CP ജോണിനെതിരെ ശക്തമായ പ്രതിഷേധം തന്നെയാണ് യുവമോർച്ചയുടെ ഭാഗത്തു നിന്നുൾപ്പെടെ വരുന്നത്. അരുൺ ആലത്തൂരാണ് പാലക്കാട് നിന്നും വിവരങ്ങൾ നൽകിയത്.